നമ്മുടെ ചാനൽ എന്താണ് എന്ന് യൂട്യൂബിന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറഞ്ഞു. പക്ഷെ ഏത് കാറ്റഗറി ഓരോന്നായി അടുക്കി വെക്കത്തില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് വീഡിയോയ്ക്കും അതേപോലെ ചാനലിലും കാറ്റഗറി കൊടുക്കാൻ പറ്റൂലേ. അപ്പൊ പലരും കൊടുത്തിട്ടുണ്ടാവും, കൊടുത്തിട്ടില്ലാത്തവരുണ്ടാവും. അപ്പൊ കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കീവേഡ്സ് എങ്ങനെ കൊടുക്കാം, അറിയാത്തവർക്ക് എവിടെ നിന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് കാറ്റഗറി. നമ്മുടെ ചാനലിൽ വ്യൂസും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി കൊടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ നല്ല വ്യൂസ് കിട്ടത്തുള്ളൂ. പലരും പറയുന്നുണ്ട് എനിക്ക് വ്യൂസ് ഇല്ല, സബ് ഇല്ല, വാച്ചേഴ്സ് ആയിട്ടില്ല എന്നൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കാറ്റഗറി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 2-3 മാസം മുമ്പ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കൊടുത്ത ശേഷം എനിക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കാറ്റഗറി കൊടുക്കുമായിരുന്നു കേട്ടോ. ഓരോ വീഡിയോയ്ക്കും ഏത് കാറ്റഗറിയാണെന്ന് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ചാനലിൽ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറെ മുമ്പ് വരെ. കൊടുത്ത ശേഷമാണ് എൻ്റെ വീഡിയോസിന്റെ വ്യൂസ് കുറേയേറെ കൂടാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് നല്ല മാറ്റം കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ചാനലിന് കാറ്റഗറി കൊടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ പേരും എന്റെ വീഡിയോ കാണുന്നത് തുടക്കക്കാരാണ്. അവർ പലരും ചിലപ്പോൾ കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യൂസും സബും വാച്ചേഴ്സും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാറ്റഗറി കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ബൾക്കായിട്ട് കാറ്റഗറി കൊടുക്കാനും പറ്റും. മനസ്സിലായോ? നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിനൊന്നും നമ്മൾ കാറ്റഗറി കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെല്ലാം കൂടി എങ്ങനെ കാറ്റഗറി കൊടുക്കാം, പിന്നെ ചാനലിന് എങ്ങനെ കാറ്റഗറി കൊടുക്കാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് കീവേഡ്സ് കൊടുത്തു എന്നല്ലേ. അപ്പൊ കീവേഡ്സ് എന്നത് നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഇപ്പൊ ഒരാള് സെർച്ച് ചെയ്ത് വരത്തില്ലേ, ആ കീവേഡ്സ് ആണ്. ഇപ്പൊ ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്ന കീവേഡ്സിനെയാണ് നമ്മൾ ആ കീവേഡ്സിൽ ഓരോന്നായിട്ട് കൊടുത്തു വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ നമ്മളിപ്പോ എങ്ങനെ ചിക്കൻ കറി വെക്കാം, എങ്ങനെ ഇപ്പോ ബോണ്ട ഉണ്ടാക്കാം, എങ്ങനെ ബജ്ജി ഉണ്ടാക്കാം, അങ്ങനെയുള്ള നമ്മളെ കീവേഡ്സ് നമ്മൾ സെർച്ച് ചെയ്യത്തില്ലേ. സെർച്ചിങ് വേർഡിനെയാണ് കീവേഡ്സ് ആക്കിയിട്ട് നമ്മൾ ചാനലിലെ കീവേഡ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അറിയാത്തവർക്ക് ഞാൻ എങ്ങനെ എടുക്കാമെന്നൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ആ വീഡിയോ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെനിക്ക് വളരെ കൂടുതൽ കമന്റും ലൈക്കൊക്കെ കിട്ടിയൊരു വീഡിയോ ആണ്. ഏകദേശം ഇപ്പൊ 20K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. അപ്പോൾ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് എന്താ പറയാ, എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, യൂട്യൂബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എഡ്യൂക്കേഷനിൽ പെടും. അതിന് മുമ്പ് ഞാൻ ചിലപ്പോൾ കുക്കിംഗ് ചെയ്തിട്ടുണ്ട് കുറച്ച്, പിന്നെ എന്താ പറയാ ടിപ്സ്, ഹെയർ ടിപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ടിപ്സ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ്, പിന്നെ കുറച്ച് കോമഡി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. അപ്പൊ അത് എന്റർടൈൻമെന്റിൽ പെടും. അപ്പൊ നമുക്ക് ഓരോ വീഡിയോയ്ക്കും കാറ്റഗറി തിരിച്ചു കൊടുക്കാം. അല്ലാതെ ചാനലിന് ടോട്ടലായിട്ട് ഒരു കാറ്റഗറി കൊടുക്കണം. നമ്മൾ ഒരു കാറ്റഗറിയിൽ തന്നെ എപ്പോഴും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ സാധ്യതയുള്ളൂ കേട്ടോ. വ്യൂസ് കിട്ടിക്കഴിഞ്ഞാലേ സബും വാച്ചേഴ്സ് ഒക്കെ കയറി വരത്തുള്ളൂ, പിന്നെ റവന്യൂ ആണെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് കാറ്റഗറി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. മനസ്സിലായോ? അപ്പൊ ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 2-3 മാസമായിട്ടുള്ള ഈ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിന് മുമ്പ് വരെ എന്റെ കാറ്റഗറി കിടന്നത് എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് ഏത് ടോപ്പിക് വേണമെങ്കിലും ഉൾപ്പെടുത്താം, എന്റർടൈൻമെന്റിൽ വരും. പക്ഷേ നമുക്ക് കാറ്റഗറി കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ റവന്യൂവിൽ വ്യത്യാസം വരും കേട്ടോ. എഡ്യൂക്കേഷൻ കാറ്റഗറി ഒക്കെ ആകുമ്പോൾ റവന്യൂ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ വ്ളോഗ് കാറ്റഗറി, അതിന് ഓരോ കാറ്റഗറിക്കും ഓരോ ആഡ്സുകളുടെ വ്യത്യാസം വരും. അതേപോലെ റെക്കമെൻഡേഷനിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മളിപ്പോൾ ഓരോന്ന് ചൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഏത് കാറ്റഗറി ബേസ് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ വലിയ മാറ്റം അത് കാണാൻ സാധിക്കും. ഏകദേശം 15ഓളം കാറ്റഗറീസ് വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഞണ്ണ് വരുന്നുണ്ട്, പിന്നെ സ്പോർട്സ്, ന്യൂസ്, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, കോമഡി, പിന്നെ വ്ളോഗ്സ്. അപ്പൊ ടോട്ടലായിട്ട് 15ഓളം കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ ചാനൽ ഉൾപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല വ്യൂസ് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ. അപ്പൊ പലരുടെയും പ്രശ്നം ഇതായിരിക്കും, കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അല്ല കീവേഡ്സ് കൊടുത്തിട്ടുണ്ടാകില്ല. നമ്മൾ പല സെറ്റിംഗ്സും കറക്റ്റ് ആക്കിയില്ലെങ്കിൽ നമുക്ക് വ്യൂസും അതുപോലെ സബും വാച്ചേഴ്സ് ഒന്നും വരത്തില്ല. അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യൂസ് ആണ്. വ്യൂസ് വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി എല്ലാതും വരത്തുള്ളൂ. അപ്പൊ വ്യൂസ് വരണമെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തണം. നമ്മുടെ ചാനൽ എന്താണ് എന്ന് യൂട്യൂബിന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറഞ്ഞു. പക്ഷെ ഏത് കാറ്റഗറി ഓരോന്നായി അടുക്കി വെക്കത്തില്ല. ഇപ്പൊ നമ്മളെ ബുക്ക്, ഇംഗ്ലീഷ് ബുക്ക്, മലയാളം ബുക്ക്, അതേപോലെ മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നമ്മുടെ ഓരോ അടുക്കടുക്ക് പോലെ യൂട്യൂബിൽ ഉണ്ടാകും ഇന്ന കാറ്റഗറി ബേസിൽ എന്ന് ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറി ആണെന്ന് യൂട്യൂബിൽ മനസ്സിലാകും. അതിനാണ് നമ്മൾ കാറ്റഗറി കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എല്ലാവരും കാറ്റഗറി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. ഓക്കെ, മാറ്റം എന്ന് പറയുന്നത് വ്യൂസിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചാനൽ കാറ്റഗറി കൊടുക്കുന്നതെന്നും അതേപോലെ തന്നെ നമ്മൾ മുമ്പ് കൊടുത്ത
കുറേ വീഡിയോസ് ഉണ്ടാവും, ചിലപ്പോൾ 10-500 വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അതിന് ഓരോന്നും തരംതിരിച്ച് ബൾക്കായിട്ട് എങ്ങനെയാണ് 10-20 വീഡിയോസ് ഒരുമിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് കാറ്റഗറി കൊടുക്കാം എന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഹൈപ്പ് എന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഹൈപ്പ് എന്ന് പറയുന്നത് ലൈക്ക് കമന്റ് ഷെയർ ആ സെക്ഷനിൽ തന്നെ ഹൈപ്പ് എന്ന് എഴുതി കാണിച്ച് അതിന്റെ ചിഹ്നവും കാണും. അത് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തും ചിലപ്പോൾ ഹൈപ്പ് കാണണമെന്നില്ല. കണ്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോന്റെ താഴെ ഫസ്റ്റ് കമന്റ് വരത്തില്ലേ, അതിന്റെ സൈഡായിട്ട് ലെഫ്റ്റ് സൈഡായിട്ട് 2 ഡോട്ട് കാണും. അതിനെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഹൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, പുതിയൊരു അപ്ഡേറ്റ് അല്ലേ, അപ്പൊ പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പലരും ഹൈപ്പ് എന്താണെന്ന് ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തണം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 10-75 കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് പ്ലേലിസ്റ്റ് ആക്കിയെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോസും എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. ബിഗിനേഴ്സിനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട്. ചെറിയ വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ക്രോമിലോ ഗൂഗിളിലോ പോയിട്ട് YT സ്റ്റുഡിയോ ലോഗിൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാറ്റഗറി കാണാൻ സാധിക്കും. അതിൽ ഒരുപാട് കാറ്റഗറി കാണും. അപ്പോൾ നമ്മളുടെ ഏത് കാറ്റഗറിയാണോ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യാം. ബ്ലോഗ് ആണെങ്കിൽ ബ്ലോഗ്, കോമഡി ഇല്ലെങ്കിൽ ഫിലിം, എന്താണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഇനി ഞാൻ വീഡിയോ സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് കാറ്റഗറി കൊടുക്കുക എന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് എടുക്കുന്നത്. അതിൽ ഷോ മോർ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാറ്റഗറി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോയും സെപ്പറേറ്റ് കാറ്റഗറി ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ എഡ്യൂക്കേഷനാണ്. ഇനി വേറെ ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചില കുക്കിംഗ് കാറ്റഗറി കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോസിലായാലും ഷോർട്സിലായാലും വ്യത്യസ്ത തരം കണ്ടന്റ് ആണ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ സെക്ഷൻ എടുത്തിട്ടുണ്ട്. പഴയ വീഡിയോസിനായാലും ഷോർട്സിനായാലും നമ്മൾ കാറ്റഗറി കൊടുത്തിട്ടില്ലെങ്കിൽ കുറേ വീഡിയോസ് ഒരുമിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാറ്റഗറി കാണാൻ സാധിക്കും. അതിൽ നമ്മുടെ ഏത് കാറ്റഗറിയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലെ കാണുന്ന അപ്ഡേറ്റ് വീഡിയോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെയും ചാനൽ കാറ്റഗറി കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ കാറ്റഗറി കൊടുക്കുക. അതിന്റെ മാറ്റം നിങ്ങൾക്ക് ചാനലിലൂടെ കണ്ടറിയാൻ സാധിക്കും. അപ്പോൾ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് കൂടി വരും, അതിനനുസരിച്ച് സബും കൂടും, അതിനനുസരിച്ച് വാച്ച് അവേഴ്സും കൂടും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് പ്രത്യേകം ചാനൽ കാറ്റഗറി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാലേ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.